മനുഷ്യരായ നാം എല്ലാവരും നമ്മുടെയെല്ലാം ജീവിതം ആരംഭിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. കുടുംബമെന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരിടമായിരിക്കണം. ആ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നത് പോലെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തുടർന്നങ്ങോട്ട് പോകപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയുണ്ടോ അവിടെയെല്ലാം ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വ്യക്തിക്ക് ആ വീട്ടിൽ നിന്ന് ഭാര്യ നൽകുന്ന സന്തോഷത്താലുള്ള ഒരു പുഞ്ചിരി ആയിരിക്കാം തുടർന്നങ്ങോട്ടുള്ള അവൻ്റെ ഓഫീസിലോ അവൻ്റെ വിദ്യാലയത്തിലോ അവനെ ഏറ്റവും കൂടുതൽ ഉന്മേഷവാനാക്കി മാറ്റുന്നത്. ഇതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ സഹാബാക്കളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആകത്തുക. അവർക്ക് സന്തോഷങ്ങൾ പരസ്പരം പങ്കുവച്ചിരുന്ന ആളുകളായിരുന്നു. ജീവിതത്തെ അവരെങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും പ്രവാചകന്റെ പ്രത്യേകത പറയുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ടോ. നിങ്ങൾ വേറെ എവിടെയും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഒരു കുടുംബം ആ സംവിധാനം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ വിശദീകരിച്ച് തരുന്നുണ്ട്. അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ അനുചരന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്യമുണ്ട്. യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, ഹസ്ബുക്കല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു മതിയാകുന്നതാണ്. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് താങ്കളെ പിന്തുടരുന്ന ആളുകളും താങ്കൾക്ക് മതിയായതാ. അള്ളാഹിന്റെ റസൂൽ എന്തുകൊണ്ടായിരിക്കാം ഏറ്റവും ആദ്യത്തെ നൂറ്റാണ്ടിനെ നല്ല നൂറ്റാണ്ടെന്ന് വിശേഷിപ്പിച്ചത്? അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും നമ്മളൊന്ന് പരിശോധിക്കണം കേട്ടോ. ആ പരിശോധിക്കപ്പെടുമ്പോൾ ഓരോ മേഖലയിലും അതിൻ്റെ തനതായ രൂപത്തിൽ ആ ജീവിതത്തെ ഈ ലോകത്തിന് വേണ്ടി സമർപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. രണ്ടാമതായി ഖുർആൻ പറയുന്നത് അല്ലദീന ആമനു വഹാജറു വജാഹദു ഫി സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുകയും ഹിജറ പോവുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ ബി അംവാലിഹിം വ അൻഫുസിഹിം, അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. ഈ പരിപാടിക്കും നോട്ടുകെട്ടുകൾ എണ്ണിക്കൊടുത്ത ആളുകളുണ്ടാവും ഈ കൂട്ടത്തിൽ, തുച്ഛമായ തുകകൾ കൊടുത്ത ആളുകളുണ്ടാവും ഈ കൂട്ടത്തിൽ. ബി അംവാലിഹിം വ അൻഫുസിഹിം, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ കാക്കപ്പെടണം. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രവർത്തനമായിട്ട് അള്ളാഹു സൂചിപ്പിച്ച വിഷയങ്ങളിൽ ആ സഹാബാക്കൾ മുമ്പന്തിയിലായിരുന്നു കേട്ടോ. ബി അംവാലിഹിം വ അൻഫുസിഹിം, അവരുടെ നഫ്സ് കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഏറ്റവും മനോഹരമായ കർമ്മങ്ങളിൽ വ്യാപൃതരായ ആളുകളായിരുന്നു അവർ. അവർക്ക് അള്ളാഹു നൽകുന്നത് എന്ത്? അഅ്ലമ ദറജ. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? അഅ്ലമ ദറജ, ഏറ്റവും നല്ലൊരു ദറജയാ, മനോഹരമായ ദറജയാ, അനശ്വരമായ സ്വർഗമാ, അനസ്യൂതമായ സ്വർഗമാ, അനിർവചനീയമായ സ്വർഗമാ. കിട്ടണ്ടേ നമുക്കത്? എങ്ങനെയാ അതിന്റെ തുടക്കമുണ്ടാകുന്നത്? അത് ഓരോ മനുഷ്യരുടെയും കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടതാ. ഖുർആൻ വീണ്ടും പറയുന്നുണ്ട്, അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളുടെ കൂട്ടത്തിൽ നിന്ന് അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്ന് മുൻപേ നടന്നുപോയ ആളുകളുണ്ട്. ഒരുപാട് നാളുകൾക്ക് മുമ്പേ യാത്ര തുടങ്ങിയ ആളുകളാണ് കേട്ടോ അവര്. അള്ളാന്റെ അരികിലേക്ക് പോകുന്ന ആളുകളാ. അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കുന്നതിന് വേണ്ടി അത്രമാത്രം പരിശ്രമിച്ച ആളുകളാണ്. ആ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വല്ലദീന ഇത്തബഅഹും ബിഇഹ്സാൻ, ഏറ്റവും നല്ലതിനെ പിന്തുടർന്ന ആളുകളാണ്. അവരെ പറ്റി ഖുർആൻ പിന്നെ പറഞ്ഞ എന്താണെന്നറിയോ? റളിയല്ലാഹു അൻഹും വറദു അൻ. അള്ളാഹ് തൃപ്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ, പടച്ചോൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഒരു വിഷയം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ ഒരുപാട് സൗഖ്യങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് കേട്ടോ നമ്മൾ. കുടുംബ പശ്ചാത്തലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറവുകളൊന്നുമില്ല. ഉണ്ടോ? നമ്മളൊന്ന് പിന്നിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഒന്ന് കണ്ണോടിച്ചാൽ മതി. എന്തിന്റെ കുറവാണോ നമുക്കുള്ളത്? 3 ദിവസം ആവർത്തിച്ച് ഒരേ ഭക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ, 3 ദിവസം ആവർത്തിച്ച് ഒരേ ഭക്ഷണം ഉമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം ചോദിക്കും ഇന്നും ഇത് തന്നെയാണോന്ന്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മളൊന്ന് പഠിക്കണം കേട്ടോ. അലി ഏറ്റവും നല്ല ധീരനാ, അള്ളാഹുവിന്റെ സിംഹം എന്നറിയപ്പെട്ട മനുഷ്യനാ. പക്ഷേ അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് അലിയുടെ വർണ്ണനകൾ എങ്ങനെയാണെന്നറിയോ?
കരഞ്ഞു കലങ്ങിയ കണ്ണോടുകൂടി അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് സംസാരിക്കും, അള്ളാഹുമായിട്ട് ഇടപെടും. ആ അലി റളിയല്ലാഹു അൻഹു നോമ്പ് തുറന്ന ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഉപ്പും പച്ചവെള്ളവും കൊണ്ട് നോമ്പ് തുറന്ന അലിയെ നമുക്ക് വായിക്കാം. ഉപ്പും പച്ചവെള്ളവും കൊണ്ട് നോമ്പ് തുറന്ന അലിയെ നമുക്ക് വായിക്കാം. പരാതികളില്ല കേട്ടോ, പരിഭവങ്ങളില്ല. ഇത്തബഉഹു ഇഹ്സാൻ, ഏറ്റവും നല്ലത് പിന്തുടർന്ന ആളുകളാ. റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരസ്പരം തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അഅദ്ദ ലഹും ജന്നാത്ത്, അവർക്ക് വേണ്ടി അല്ലാഹു ഒരു സ്വർഗ്ഗത്തെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, റമദാനിലെ മുഴുവൻ നോമ്പ് നമ്മൾ നോറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളും ആഗ്രഹിക്കുന്നത് എന്താ? നമ്മളും കൊതിക്കുന്നത് ഇതേ ഒരു സ്വർഗം തന്നെയാ. ആ സഹാബാക്കളെ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കണം. പഴയ കാലത്തേക്കാൾ ഏറ്റവും കൂടുതൽ കുടുംബ ശൈഥില്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ഈ സഹാബാക്കളായ ആളുകളെ നമുക്ക് ഏറ്റവും നല്ല മാതൃകയായി മാറുന്നത്. നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളെ പറ്റി നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ. എങ്ങനെയാ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളത്? എങ്ങനെയാ ഞാൻ എൻ്റെ കുടുംബത്തിൽ സംസാരിക്കുന്നതും ഇടപെടുന്നതും ഇടപാടുകൾ നടത്തുന്നതും പെരുമാറുന്നതും സഹവസിക്കുന്നതും എങ്ങനെയാണ് എന്ന് ഒന്ന് ആത്മാർത്ഥമായി ആലോചിക്കേണ്ട നിമിഷമാ. നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പലരുമാ അധ്യാപകനാ, എഞ്ചിനീയറാ, അക്കൗണ്ടന്റാ, പലതുമാണ്. പക്ഷെ വീടിനകത്തേക്ക് കയറുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളിയ ഏറ്റവും മനോഹരമായ ഒരു ഭവനത്തിന്റെ അകത്തേക്കാണോ ഞാൻ കയറുന്നത്? അവിടെ പുറത്ത് നിനക്ക് അഴിച്ചു വെക്കാൻ കഴിയണം നിന്റെ അക്കൗണ്ടന്റിന്റെ പദവിയും നിന്റെ എഞ്ചിനീയറിന്റെ പദവിയും നിന്റെ ടീച്ചറുടെ പദവിയും പുറത്തഴിച്ചു വെക്കാൻ കഴിയണം. കാരണം വീടിനകത്തേക്ക് കയറുമ്പോൾ നീ ആരാ? ഏറ്റവും മനോഹരമായിട്ട് ഈ ലോകത്ത് ജീവിച്ച് കാണിക്കപ്പെടുവാൻ അല്ല ഭാഗ്യം നൽകിയ ഒരു കുടുംബനാഥനോ കുടുംബനാഥയോ ആയിരിക്കാം. അങ്ങനെയാണോ നമ്മളായി മാറുന്നത്? ഈ സഹാബത്തിന്റെ ജീവിതം പഠിക്കുമ്പോൾ ഒന്നാമതായി പറയാനുള്ളത്, അവർ ദീനിനെ മുറുകെ പിടിച്ച ആളുകളാണ്. ദീന് വിട്ടിട്ടുള്ള ഒരു കളികളും അവരുടെ ജീവിതത്തിലില്ല. ഏത് അവസ്ഥകളിലാണെങ്കിലും ദീന് കൈമോശം വന്നു പോകുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിലില്ല. ഒരു പെണ്ണിനെ ആലോചിക്കുമ്പോൾ ഏറ്റവും നല്ല പെണ്ണിനെ കെട്ടണമെന്നുള്ളതും സ്വീകരിക്കണമെന്നുള്ളതും ഇസ്ലാം നൽകുന്ന ഒരു നല്ലൊരു ആഹ്വാനമാണ്. പക്ഷെ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്യമുണ്ട് കേട്ടോ, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, നിങ്ങൾ മതത്തിനെ പരിഗണിക്കണം. മതമായിരിക്കണം നിങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വിവാഹം ആലോചിച്ച് ചെല്ലുന്നത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ അരികിലേക്കാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഗുമൈസ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹദിയുടെ പ്രത്യേകത, ഒന്ന് അതീവ ബുദ്ധിയുള്ളവളാണ്, രണ്ട് അതീവ സുന്ദരിയായിട്ടുള്ളവളാണ്. ആദ്യ ഭർത്താവ് മാലിക് ബിൻ നദർ അദ്ദേഹമാണ്. മാലിക് ബിൻ നദർ ആ ബന്ധത്തിൽ ഉണ്ടായ മകനാണ് കേട്ടോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലേക്ക് പോകാനല്ല, ആ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇസ്ലാം സ്വീകരിച്ച വാർത്ത തൻ്റെ ഭർത്താവിനൊന്ന് അറിയിക്കണം, ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആ ഇസ്ലാം സ്വീകരിക്കുകയാണ് എന്ന വാർത്ത ഭർത്താവിനോട് പറയുവാൻ പല ദിവസങ്ങളും പല ഊഴങ്ങളും അവരിങ്ങനെ കാത്തിരുന്നു. പക്ഷെ ഭർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും അത് പറയാനുള്ള പല പ്രയാസങ്ങളും ഉണ്ടാവുകയാണ്. ഒടുവിൽ ഭർത്താവിനോട് ഈ വിഷയം പറയുമ്പോൾ ഭർത്താവ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോയി ഒരു ശത്രുവുമായിട്ടുള്ള സംസാരത്തിന് ശേഷം വരുന്ന സംഘട്ടനത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷമാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വിവാഹാലോചനയുമായിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചെല്ലുന്നത്. ആരാ അബൂ ത്വൽഹ? മദീന കാണുന്ന ഏറ്റവും നല്ല സമ്പന്നനാണ്. 900ഓളം വരുന്ന ഈന്തപ്പനകൾ നിറഞ്ഞ വലിയ തോട്ടത്തിന്റെ ഉടമയാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹ. ആ മനുഷ്യൻ ധനാഢ്യന്മാരുടെ കൂട്ടത്തിൽ ധനാഢ്യനായതുകൊണ്ട് തന്നെ എൻ്റെ വിവാഹാലോചന ഈ പെണ്ണ് ഒരിക്കലും നിരസിക്കില്ല. ഈ വിശ്വാസത്തോടു കൂടിയാണ് കേട്ടോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടെ ചെല്ലുന്നത്. മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത ഒരു മഹർ ഞാൻ നൽകും, ഒരാൾക്കും നൽകാൻ കഴിയാത്ത മഹർ ഞാൻ നൽകും. അതെത്രയാണെങ്കിലും നൽകാൻ ഈ അബൂ ത്വൽഹ തയ്യാറാണ്. വിവാഹത്തിന് ശേഷമുള്ള ദാമ്പത്യത്തിന്റെ മനോഹാരിതകളെല്ലാം ഈ അബൂ ത്വൽഹന്റെ കയ്യിൽ നിന്ന് ഉണ്ടാകും. അതിൻ്റെ ആസ്വാദനങ്ങളെയെല്ലാം കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അബൂ ത്വൽഹ, ആശാരിച്ചെത്തി ഉണ്ടാക്കിയ ഒരു മരക്കഷ്ണത്തെയാണല്ലോ താങ്കൾ ആരാധിക്കുന്നത്. അത് താങ്കൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമോ? ഈ ഒരു ചോദ്യം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തെ അമ്പരപ്പോടുകൂടി അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേൾക്കുകയാണ്.
അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഉറക്കം വരുന്നില്ല. എവിടെ തിരിഞ്ഞാലും ഉമ്മുസലൈമിന്റെ മുഖം മാത്രം മനസ്സിലിങ്ങനെ നിറഞ്ഞു വരികയാ. രണ്ടാമത്തെ ദിവസവും ഉമ്മുസലൈമിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ആ ഉമ്മുസലൈം റളിയല്ലാഹു അൻഹ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾ ആരാധിക്കുന്ന ദൈവം മണ്ണിൽ മുളച്ചതാണെന്നും നീഗ്രോ ചെത്തി ഉണ്ടാക്കിയതാണെന്നും അറിയില്ലേ? ഈ ചോദ്യവും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളില്ല. അറിയാമെന്ന് പറയുമ്പോ എങ്കിൽ അതിന് തലകുനിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മുസലൈം റളിയല്ലാഹു അൻഹ. മൂന്നാമത്തെ ദിവസവും അദ്ദേഹം അടുത്ത എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാകുമോ എന്നറിയുന്നതിന് വേണ്ടി ഉമ്മുസലൈം റളിയല്ലാഹു അൻഹന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴും ഓഫറുകൾക്ക് കുറവില്ല. വലിയ ആർഭാടമായ വിവാഹങ്ങൾ ഉണ്ടാകും, ഭീമമായ മഹർ നൽകും, സുഖപ്രദമായ ദാമ്പത്യം നൽകും, എല്ലാം നൽകാമെന്ന വാഗ്ദാനങ്ങൾ നൽകുമ്പോഴും ഉമ്മുസലൈം റളിയല്ലാഹു അൻഹ ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ദൈവം തീയിലിട്ട് കഴിഞ്ഞാൽ കത്തിക്കരിഞ്ഞു പോകുമെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ ദൈവം തീയിലിട്ട് കഴിഞ്ഞാൽ കത്തിക്കരിഞ്ഞു പോകുമെന്ന് നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹം സ്വയം ചോദിക്കാൻ തുടങ്ങി, എന്റെ ദൈവം ഇങ്ങനെ കത്തിക്കരിഞ്ഞു പോകുന്നതാണോ? എന്റെ ദൈവം ഇങ്ങനെ ഇല്ലാതായി പോകുന്നതാണോ? ഒരൊറ്റ നിമിഷത്തിൽ അള്ളാഹുവിന്റെ വചനം ഉച്ചരിക്കുവാൻ അബൂ തൽഹ റളിയല്ലാഹു അൻഹു തയ്യാറാവുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഈ വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ തീരത്തെ കണയുകയാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് താങ്കൾ ഈ മതത്തിലേക്ക് വരുന്നതിനെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്, സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ട് എന്ന് ഉമ്മുസലൈം റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഇത് പറയുമ്പോൾ അവിടെ മഹർ ഒരു പ്രശ്നമായിട്ട് വരികയാണ് കേട്ടോ. ഉമ്മുസലൈം റളിയല്ലാഹു അൻഹ മഹറായിക്കൊണ്ട് നിശ്ചയിക്കുന്നത് എന്തെന്നറിയോ? താങ്കളുടെ ഇസ്ലാം അല്ലാതെ ഉമ്മുസലൈമിന് ഒരു മഹറും ആവശ്യമില്ല. താങ്കളുടെ ഭർത്താവായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എത്ര മനോഹരാണെന്നറിയോ? 900 ഈന്തപ്പനകളുള്ള വലിയ തോട്ടത്തിന്റെ ഉടമയിൽ നിന്ന് ഒരൊറ്റ മഹർ മാത്രമേ ഉമ്മുസലൈം റളിയല്ലാഹു അൻഹ വാങ്ങിച്ചുള്ളൂ. ദീനായിരിക്കണോടോ മുമ്പന്തിയിൽ ഉണ്ടാകേണ്ടത്. ആ ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് പിന്നീട് ഉണ്ടാകുന്ന സന്തോഷങ്ങൾ എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ മനോഹരമായ ഒരു ആയത്ത് നമ്മൾ കേട്ടിട്ടില്ലേ? ഈ 900 ഈന്തപ്പനകൾ നിൽക്കുന്ന ആ തോട്ടത്തെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നില്ല എങ്കിൽ അതൊരു പുണ്യമായി മാറില്ല എന്ന വചനം ഇറങ്ങുമ്പോൾ അത് അല്ലാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ അബൂ തൽഹ റളിയല്ലാഹു അൻഹു തയ്യാറാവുകയാ. ഇതാണ് ഇസ്ലാമിക ചരിത്രം. ഇതാണ് ദീനിനെ പഠിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ. ഒരാവശ്യങ്ങളും മറ്റൊരാളുടെ ആവശ്യങ്ങൾക്ക് മുകളിൽ അവർക്കില്ല. വരുന്നതിന് മുമ്പേ എല്ലാം പകുത്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഈ ആയത്ത് വരുന്നത് എപ്പോഴാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിൽ ഒരു അതിഥി വരികയാണ്. ആ അതിഥിയെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോയതിന് ശേഷം ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ കഴിക്കാൻ എന്താ ഉള്ളത്? ഒരു അതിഥിയെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുന്നേ? ഒരു നിലക്കും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യില്ല. എല്ലാ ഒരുക്കങ്ങളും നടത്തും. ഭക്ഷണത്തിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോവില്ല. നമ്മളുടെ അടുക്കും ചിട്ടകളിലും ഒരു തരിമ്പ് പോലും പുറകിലേക്ക് നമ്മൾ പോവില്ല. മോശാണല്ലോ. വരുന്ന ആള് നമ്മളെ പറ്റി നല്ലതായിരിക്കണമല്ലോ വിചാരിക്കേണ്ടത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഭാര്യയോട് ചോദിച്ചപ്പോൾ എന്തുണ്ട് കഴിക്കാൻ? ഇവിടെ മക്കൾക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. എങ്കിൽ അള്ളാഹിന്റെ റസൂലിന്റെ ഒരു അതിഥിയുണ്ട്, മക്കളെ നീ ഉറക്കി കിടത്തണം. ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കണം. അവർ രണ്ടുപേരും അതുപോലെ ചെയ്യുകയാണ് കേട്ടോ. ഖുർആനിലെ ആയത്ത് നമ്മൾ ഇങ്ങനെ ആലോചിക്കണം. വലൗ കാന ബിഹിം ഖസാസ. സ്വന്തത്തെക്കാൾ മറ്റുള്ളതിന് പ്രാധാന്യം നൽകുവാനുള്ള ദീനിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ മുറുകെ പിടിക്കുന്ന, മൂല്യങ്ങൾ ഒരിക്കലും ചോർന്നു പോകാത്ത, നഷ്ടങ്ങൾ സംഭവിക്കാത്ത ഒരു വിഭാഗം ആളുകളായിട്ട് അവർ മാറിയതിന്റെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. ഉഹദിൽ നിപുണനായിട്ടുള്ള വില്ലാളിയായിരുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹു പരിക്കേറ്റവരെ പരിചരിക്കുന്നതിന് വേണ്ടി തൊട്ടരികില് ഉമ്മുസലൈം റളിയല്ലാഹു അൻഹയും ഉണ്ടിട്ടോ. ഒരു ഭാര്യയും ഭർത്താവും ഉഹദിന്റെ രണഭൂമിയിലേക്ക് പോകുന്ന മനോഹരമായ ഒരു കുടുംബാന്തരീക്ഷത്തിന്റെ കാഴ്ച നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് ദീനിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത്. വെറുതെ ഇല്ല കേട്ടോ. അള്ളാന്റെ ദീനിലേക്ക് അവരിങ്ങനെ കടന്നു കഴിയുമ്പോ ആ ദീനിന്റെ മനോഹരമായ ഔന്നിത്യത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാ. ഇവിടെ ഇങ്ങനെ സ്റ്റാറ്റസ് ഒപ്പിക്കാൻ വേണ്ടി നടക്കുക അല്ലേ? ഡോക്ടർക്ക് ഡോക്ടറെ പാടുള്ളൂ,
എഞ്ചിനീയർക്ക് എഞ്ചിനീയറെ പാടുള്ളൂ, ഡോക്ടർക്ക് ടീച്ചർക്ക് ടീച്ചറേ പാടുള്ളൂ. അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ മോശമാ. കുറച്ചു കാലം മുമ്പ് നമ്മുടെ നാട്ടില് ഒരു 19 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു. എന്താ കാരണം എന്നറിയോ? നിക്കാഹ് ചെയ്തതിന് ശേഷം അവളുമായി സംസാരിച്ചപ്പോ അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ലത്രേ. ഇതാണ് കാരണം. സ്റ്റാറ്റസുകൾ പരസ്പരം ഒക്കുന്നില്ല. കറുത്തവനായി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ നിങ്ങൾക്ക്? കറുത്തവനാ, എത്യോപ്യക്കാരനാ, കറുത്ത് ഇരുണ്ടിരിക്കുന്ന മനുഷ്യനാ. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിവാഹാലോചിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെയെല്ലാം സ്വീകരിച്ചിരുത്തി. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ബിലാലിന് ഞങ്ങൾക്ക് നൽകുമോ? ബിലാലിന് ഞങ്ങൾക്ക് നൽകുമോ? അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചത്ര, ബിലാൽ നിങ്ങൾക്കുമായി കുഫു ഒക്കുമോ? കുഫു എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഒക്കുമോ? ബിലാൽ കറുത്തവനാണ് എന്നുള്ളതല്ല ആയിരുന്നില്ല കേട്ടോ അല്ലാഹുവിന്റെ റസൂൽ സ്റ്റാറ്റസ് ആയിട്ട് പറഞ്ഞത്. അവർ വലിയ ധനാഢ്യന്മാരാ, വലിയ സമ്പന്നന്മാരാ, വലിയ തറവാടിത്തമുള്ള ആളുകളാ. ബിലാലിന് ഈ പറയുന്നതൊന്നുമില്ല റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അളന്നത് എങ്ങനെയാണെന്നറിയോ? അള്ളാന്റെ ഏറ്റവും നല്ല സാമീപ്യം സിദ്ധിച്ച മനുഷ്യനാണ് ബിലാൽ. ആ ബിലാല് നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളുടെ മകളുടെ ക്വാളിറ്റി എന്താ? മതത്തിനായിരിക്കണോ പ്രാധാന്യം നൽകേണ്ടത്? 5 അക്ക ശമ്പളത്തിനല്ല, 6 അക്ക ശമ്പളത്തിനല്ല, ബെൻസ് കാറല്ല, 2 നില വീടല്ല, അല്ല. പകരം ഇസ്ലാമിക കുടുംബം നന്നാവണമെങ്കിൽ മതമായിരിക്കണോ ഒന്നാം സ്ഥാനം നൽകേണ്ടത്. അവന്റെ നമസ്കാരം, അവന്റെ നോമ്പ്, അവന്റെ സക്കാത്ത്, അവന്റെ സ്വതക്ക, അവന്റെ ഇടപാട്, അവന്റെ ഇടപെടലുകൾ, അവന്റെ ഓഫീസിലുള്ള സഹവാസങ്ങളെല്ലാം മുമ്പന്തിയിൽ വെക്കാൻ കഴിയുന്നുണ്ടെങ്കിലേ ഇസ്ലാമിക കുടുംബം ഏറ്റവും മനോഹരമായതായി മാറും. രണ്ടാമതായി പറയാനുള്ളത്, നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളല്ലേ, ഉള്ളറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥന? റബ്ബന ഹബ് ലനാ വല്ലദീന യഖൂലൂൻ ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ അടിമകളെ പറ്റി പഠിച്ചോൻ പറഞ്ഞ വാക്കാണ് കേട്ടോ. എൻ്റെ നിങ്ങളുടെ വിശേഷണമാണ്. പരമകാരുണ്യകന്റെ അടിമകളാ നമ്മൾ. ഒരുപാട് ഔന്നിത്യങ്ങളൊന്നും നമുക്കില്ലടോ. സാധാരണക്കാരാ. അൻതുമുൽ ഫുഖറ, നിങ്ങളൊക്കെ ദരിദ്രന്മാരാന്നല്ല പറഞ്ഞത്. ആ ദരിദ്രരായിട്ടുള്ള നമ്മളല്ല പരിചയപ്പെടുത്തിയത് പരമകാരുണ്യകന്റെ അടിമകളെന്ന. ആ പരമകാരുണ്യകന്റെ അടിമകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കേട്ടോ, പ്രാർത്ഥനയ്ക്കൊത്തുള്ള പരിശ്രമം കൂടി ഉണ്ടാകണം. ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ. വീടിനകത്തേക്ക് ഭർത്താവ് കയറി വരുമ്പോ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ കഴിയണം. പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഭർത്താവിന് സഹാബ വനിതകൾ നൽകുന്ന ഏറ്റവും നല്ല ഉപദേശം എന്തായിരുന്നെന്നറിയോ? നിങ്ങൾ ഈ വീട്ടിലേക്ക് വിശപ്പിനെ കൊണ്ടുവന്നാലും വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാ, ഹറാം, പക്ഷെ ഞങ്ങൾ ഹറാമിനെ ഉൾക്കൊള്ളുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കില്ല. നിങ്ങൾ കൊണ്ടുവന്ന സമ്പാദ്യം ഉണ്ടല്ലോ, അത് ഹലാലായിരിക്കണം, ഒരാളുടെയും ഹക്കിൽ നിന്ന് പിടിച്ചു പറ്റാത്തതായിരിക്കണം. അത് ഞങ്ങൾക്ക് നിർബന്ധമാണെന്ന് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനയുടെ അവസാനം എന്താ? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളെ ഏറ്റവും നല്ല ഇമാമുകളായി, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റവും നല്ല ഇമാമുകളായിട്ട് നീ മാറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഏറ്റവും നല്ല മണവാളൻ അലി റളിയല്ലാഹു അൻഹു, വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടിയുള്ള ഒരു ജീവിതമാണ് കേട്ടോ അവരുടേത്. പക്ഷേ പറയത്തക്ക സുഖസൗകര്യങ്ങളൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് ഈ വിവാഹാലോചനകളെല്ലാം നടക്കുമ്പോൾ അലിയുടെ കയ്യിൽ മഹർ കൊടുക്കാൻ എന്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല റസൂലേ, ഒന്നുമില്ല. റസൂൽ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ നൽകിയ ഒരു പടയങ്കിയില്ലേ, ആ പടയങ്കി പണയം വെച്ചിട്ടാണെങ്കിലും നീ ഒരു മഹർ നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. അതിൽ വിരിഞ്ഞ 2 മക്കളെ ആ മക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നില്ലേ? ഹസൻ്റെയും ഹുസൈൻ്റെയും റളിയല്ലാഹു അൻഹുമ. ആ ചരിത്രങ്ങൾ നമ്മളൊന്ന് വായിക്കണം. അള്ളാഹു കൊടുക്കുന്ന സമ്മാനങ്ങളാണോ ഇത്? അള്ളാഹു നൽകുന്ന ഏറ്റവും നല്ല വരദാനങ്ങളാ. ആ സമ്മാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് അവർ രചിച്ചു വെക്കുന്ന ചരിത്രങ്ങൾക്ക് അതിർവരമ്പുകളില്ല. മനോഹാരിത നിറഞ്ഞ ചരിത്രങ്ങൾ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും. ഈ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മകൻ മരിച്ച ചരിത്രം, മകൻ മരിച്ച രംഗം, ഒരു ഭാര്യ ഭർത്താവിനെ അറിയിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഭർത്താവിന് ഭക്ഷണങ്ങളെല്ലാം വിളമ്പി കൊടുത്തിട്ടേ ഭാര്യ വീടിനകത്തേക്ക് പോവുകയാ. കുളിച്ച് ശുദ്ധിയായി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം
അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. എന്താണെന്നറിയോ? അള്ളാഹുവേ, എനിക്കും എൻ്റെ ഭർത്താവിനും ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നീ നൽകണമെന്നുള്ളതാണ്. ക്ഷമിക്കാൻ, സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ളൊരു അവസരം നൽകണം. പതിവിന് വിപരീതമായി ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ അവിടെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അണിഞ്ഞൊരുങ്ങി എന്ന ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അന്ന് രാത്രി അവർ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അള്ളാഹു പിന്നീട് അവർക്ക് നൽകിയത് എത്ര എന്നറിയോ? 9 മക്കളാണ്. 9 മക്കളാ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ ഇമാമാക്കി അള്ളാഹുവെ ഞങ്ങളെ നീ മാറ്റണം. മൂന്നാമതായി പറയാനുള്ളത്, പൊരുത്തപ്പെടണം, വിട്ടുവീഴ്ച ചെയ്യണം. പല കാര്യങ്ങൾക്കും പല തരത്തിലുമുള്ള ദുർവാശികൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ദേഷ്യം പിടിക്കാനുള്ള, ആക്ഷേപിക്കാനുള്ള പല സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും അള്ളാന്റെ റസൂല് വിട്ടുകൊടുത്തിട്ടുണ്ടെന്നേ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തിട്ടുണ്ട്. അവരെക്കാൾ വലിയ പവറൊന്നും നമുക്കില്ലടോ, ഇല്ല. പിന്നെന്തിനാ ഈ പൊരുത്തപ്പെടാതെയും വിട്ടുകൊടുക്കാതെയും നമ്മളിങ്ങനെ വാശിയും ദുർവാശിയും കാണിച്ചിരിക്കുന്നത്? ഖുർആൻ പറയുന്നുണ്ട്, ഫമൻ അഫ, ഏതെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുന്നു, വാസ്ലഹ, ഏറ്റവും നന്നായി പെരുമാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഫഅജ്റുഹു അലല്ലാഹ്. എന്താന്ന് അല്ലാഹ് പറഞ്ഞില്ല കേട്ടോ, ഫഅജ്റുഹു അലല്ലാഹ്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. അള്ളാഹിനോട് പലപ്പോഴും ഈ ഇരിക്കുന്ന ഇരിപ്പിൽ വരെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മനമുരുകി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ പലർക്കും ഇപ്പോഴും പുറത്തു കൊടുത്തിട്ടില്ല. ഉണ്ടോ? പലരോടും ഇപ്പോഴും ദേഷ്യവും വൈരാഗ്യവും വെറുപ്പും വെച്ചുകൊണ്ടല്ലേ ഈ സദസ്സിൽ പോലും നമ്മൾ വന്നിരിക്കുന്നത്. വിട്ടുകൊടുക്കണോ? വിട്ടുകൊടുക്കണം. ഫമൻ അഫ, ആരാണോ വിട്ടുകൊടുക്കുന്നത്, വാസ്ലഹ, ഏറ്റവും ഭംഗിയായി മനോഹരമായി മാറുന്നത്, ഫഅജ്റുഹു അലല്ലാഹ്, അവനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകുന്നത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ മഅ്മൂനിന്റെ സംഘം പിടിച്ചുകൊണ്ടു പോകുന്നുണ്ട്. അദ്ദേഹത്തെ ചാട്ടവാറ് കൊണ്ട് ബന്ധനസ്ഥനാക്കിയതിനു ശേഷം ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ തുടങ്ങി. അടിച്ചടിച്ച് ചാട്ടവാറ് പൊട്ടിപ്പോവുകയാണ്. പൊട്ടിപ്പോയതിനു ശേഷം കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് വിട്ടയക്കുമ്പോൾ അദ്ദേഹം ഇറങ്ങാൻ നേരത്ത് മഅ്മൂനിനോടൊരു കാര്യം പറയുന്നുണ്ട്, അള്ളാഹുവിനോടൊരു കാര്യം പറയുന്നുണ്ട് മഅ്മൂനിന് വേണ്ടി. എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഗ്ഫിർ ലി മഅ്മൂൻ, അള്ളാഹുവേ മഅ്മൂനിന് നീ പുറത്തു കൊടുക്കണേ എന്നുള്ളതാ. ആർക്കാ സാധിക്കുക? നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ പ്രത്യേകതയും ജീവിതത്തിന്റെ ഭംഗിയും നമ്മളൊന്ന് തിരിച്ചറിയണം കേട്ടോ. അല്ലാഹുമ്മ ഗ്ഫിർ ലി മഅ്മൂൻ. ത്വായിഫിൽ പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ത്വായിഫിന്റെ പ്രത്യേകത എന്താ. മക്ക പോലെയല്ല, ഊഷരമായി കിടക്കുന്ന ഭൂമിയല്ല. അള്ളാന്റെ റസൂൽ പ്രത്യേകമായി പ്രാർത്ഥിച്ച ഒരു നാടാണോ ത്വായിഫ് എന്ന് പറഞ്ഞാൽ. വല്ലാത്ത ഫലഭൂഷ്ടി നിറഞ്ഞിട്ടുള്ള ഒരു നാടാണത്. മനോഹരമായിരിക്കണം കേട്ടോ നമ്മുടെ വിട്ടുവീഴ്ചകളെല്ലാം. ഉബയ്യ് ഇബ്നു സുലൂൽ മരണപ്പെട്ടപ്പോൾ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു. അവിടെ രോഷാകുലനായിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂലേ, ഇദ്ദേഹത്തിന് വേണ്ടി എന്തിനാ താങ്കൾ മയ്യത്ത് നമസ്കരിക്കുന്നത്? റസൂൽ പറയുന്നുണ്ട്, 70 വട്ടം ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് പുറത്തു കൊടുക്കപ്പെടുന്നുണ്ട് എങ്കിൽ പുറത്തു കൊടുക്കട്ടെ. നമുക്കാണ് കേട്ടോ ഇപ്പോഴും വാശിയും വൈരാഗ്യമൊക്കെ, നമുക്കാ ഇപ്പോഴും വെറുപ്പും വിദ്വേഷങ്ങളും എല്ലാം. ഞാൻ അധികരിപ്പിക്കുന്നില്ല. നാലാമതായി പറയാനുള്ളത്, നമ്മളുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും വളരെ ഭംഗിയായി നിറവേറ്റാൻ കഴിയണം. നമ്മുടെ മുമ്പേ ജീവിച്ച സഹാബാക്കൾ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച ആളുകളാ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പകലിൽ ഒരു വൃദ്ധയുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും ആ വൃദ്ധയ്ക്ക് വേണ്ടതെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വീടുകളെല്ലാം വൃത്തിയായി അവർക്ക് വേണ്ടതെല്ലാം പാകം ചെയ്യപ്പെട്ടു വച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരല്പം കൂടി നേരത്തെ ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും ആ സ്ത്രീയുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചു. നാലാമത്തെ ദിവസം ഉമർ ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്, ഇന്നെന്തായാലും ഞാൻ ഈ മനുഷ്യനെ പിടിക്കും. നേരത്തെ ചെന്ന് ഉമർ പാത്തിരിക്കാൻ തുടങ്ങി, പതുങ്ങിയിരുന്നു. വളരെ വിദൂരത്തുനിന്നൊരു കരിമ്പടം പുതച്ച് ഒരാളിങ്ങനെ നടന്നു വരികയാ. ആ വരുന്ന മനുഷ്യൻ അടുത്തെത്തുമ്പോഴേക്കും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി ഇങ്ങനെ കഴുത്തിൽ പിടിച്ച പിടിയാലെ കൈയെടുക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കുമ്പോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ അത്. അതിനുശേഷം ഉമർ പറഞ്ഞ ഒരു വാക്യം കൂടി നമ്മളൊന്ന് നെഞ്ചേറ്റണം. ഉമർ പറയുകയാണ്, എന്നെ ഈ വിഷയത്തിൽ നിങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇവിടെ ഓടി നടക്കുന്ന കുറെ മക്കളെ നിങ്ങൾ കാണുന്നില്ലേ, മത്സരിക്കുന്ന മക്കളെ കാണുന്നില്ലേ? അള്ളാന്റെ മാർഗത്തിൽ ഓടി നടക്കുന്ന ആളുകൾക്ക് അള്ളാഹ് നൽകുന്ന വലിയ രക്ഷയും സമാധാനം ഉണ്ടാകും. ഉമർ ഖത്താബ് പറഞ്ഞ ഒരു വാക്യമാണത്, എന്നെ ഈ വിഷയത്തിൽ
നിങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ഓടണം കൂട്ടരെ, അള്ളാന്റെ ദീനിന് വേണ്ടി അത് മുറുകെ പിടിച്ചുകൊണ്ട് ഓടാൻ നമുക്ക് കഴിയണം. ആറാമതായി പറയുന്നത് നമ്മൾ ദീനിന്റെ വാഹകരാവുക എന്നുള്ളതാ. ഈ ദീനിന്റെ പ്രത്യയ ശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് എന്ത് പ്രയാസമുള്ളത്? വിശുദ്ധ ഖുർആൻ ഓതാൻ നമുക്ക് വല്ല പ്രയാസമുണ്ടോ? ഇല്ല. വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് അടി കിട്ടിയ ആളുകളുടെ പിന്മുറക്കാരാട്ടോ നമ്മള്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, കഅബത്തിങ്കൽ പോയി ഖുർആൻ പാരായണം ചെയ്യാൻ ആരുണ്ട്? അന്ന് മെലിഞ്ഞ ഒരാൾ ഇങ്ങനെ എഴുന്നേൽക്കുകയാ. 4 ആൾ വട്ടം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹം നിൽക്കുകയാണ് എങ്കിൽ ആ ഇരിക്കുന്ന ആളുകളുടെ അത്രയും പോലും ഉയരമില്ലാത്ത ഒരാളുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. മറ്റാരുമല്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു മരത്തിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറുമ്പോ അദ്ദേഹത്തിന്റെ മെലിഞ്ഞ കാലിങ്ങനെ സഹാബാക്കൾ കണ്ടപ്പോ സഹാബാക്കൾ ചിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? സഹാബാക്കൾ പറയുന്നുണ്ട്, ഒന്നുമില്ല റസൂലേ, മെലിഞ്ഞ കാല് കണ്ടത് കൊണ്ട് ഞങ്ങളൊന്ന് ചിരിച്ചതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിന്റെ രൂപങ്ങൾ മാറി. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഈ മെലിഞ്ഞ കാലുണ്ടല്ലോ, അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ആ തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന ഒരു കാലാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഈ മെലിഞ്ഞ കാല്. ആ മനുഷ്യൻ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്, റസൂലേ ഞാൻ പോകാം കഅബക്കാരുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാൻ. അദ്ദേഹം പോയി. കഅബക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇസ്ലാമിനെ പറ്റിയും ഖുർആനെ പറ്റിയും സംസാരിക്കുമ്പോഴാണ് അവർക്ക് അലോസരങ്ങൾ ഉണ്ടാകുന്നത്, ദേഷ്യം വരുന്നത്. അല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും. കഅബന്റെ അരികിലേക്ക് ചെല്ലുകയാ. ചെന്ന് നിന്ന് ആദ്യം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം ഓതാൻ തുടങ്ങി. വിശുദ്ധ ഖുർആനിലെ മനോഹരമായ ഒരു അധ്യായം അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ 31 തവണ ആവർത്തിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഏതൊന്നാണോ നിങ്ങളെ വഞ്ചിച്ചിട്ടുള്ളത്, ഏതൊന്നിനെയാ നിങ്ങൾ നിഷേധിക്കുന്നത് എന്നുള്ള ഒരു വചനം ആവർത്തിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങി. പാരായണം ചെയ്ത ഒരല്പസമയം കഴിയുമ്പോഴേക്കും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് ആദ്യത്തെ അടി വീണു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അവിടെ നിർത്തിയില്ല കേട്ടോ. ആ സാധു പിന്നെയും ഓതാൻ തുടങ്ങി. ഓതിക്കൊണ്ടേയിരുന്നു. ഓതുന്നതിനനുസരിച്ച് അടിയുടെ ഊക്കം കൂടി. കുറെ നേരം അടി കെട്ടിക്കഴിഞ്ഞപ്പോ ബോധം കിട്ടു വീഴുന്നുണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സഹാബാക്കൾ വന്ന് പ്രവാചകന്റെ സന്നിധിയിലേക്ക് എടുത്തുകൊണ്ടുപോവുകയാ. ആ എടുത്തുകൊണ്ടുപോയ മനുഷ്യന് ബോധം വരുന്നത് വരെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിക്കുന്നുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, എനിക്ക് നിങ്ങൾക്ക് എന്ത് തടസ്സമുണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ? ഉണ്ടോ? ഇല്ല. ഈ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു തടസ്സമില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അടി കൊണ്ടിട്ടാണ് കേട്ടോ ഈ ഖുർആൻ, മനോഹരമായ ഈ ഖുർആൻ എന്റെയും നിങ്ങളുടെയും കൈകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഓർമ്മ വന്നതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂലേ ഞാൻ ഇനിയും പൊക്കോട്ടെ, ഈ വിശുദ്ധ ഖുർആൻ അതിന്റെ പ്രചാരകനായിട്ട് ഞാൻ ഇനിയും പോട്ടെ, അവസാനിപ്പിക്കരുത് കേട്ടോ നമ്മുടെ ദൗത്യം, നിർത്തരുത്. എത്ര തന്നെ ക്ഷീണങ്ങൾ വന്നാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓടുവാനുള്ള ആയുസ്സും ആരോഗ്യവും താക്കത്തും അള്ളാഹു തന്നിട്ടുണ്ട് എങ്കിൽ ഓടുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ വിശ്രമിക്കേണ്ട ആളുകളല്ല, നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട ആളുകളല്ല. 3 കഷ്ണം തുണിയിലായി എന്നെയും നിങ്ങളെയും കെട്ടിപ്പൊതിഞ്ഞ് 6 കാലുള്ള കട്ടിലിൽ കയറ്റി ഒരു ചെറിയ കുഴിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുന്ന സമയം വരെ ഓടാൻ നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ അള്ളാഹിന്റെ കോടതിയിലെത്തുമ്പോ മനോഹരമായ ഒരു ജീവിത പദ്ധതിയെ, ഒരു കർമ്മ പദ്ധതിയെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ എടുത്തു കാണിക്കാൻ കഴിയുള്ളൂ. അവിടെ വിചാരണക്കെടുത്ത് കിതാബുകൾ നൽകുമ്പോ ധൈര്യസമേതം നമുക്ക് പറയാൻ കഴിയണം, ഹാ ഉഖ്റഉ കിതാബിയ, ഇന്ന് എന്റെ കിതാബ് നിങ്ങൾക്ക് വായിക്കാം. നമുക്ക് മുമ്പേ ഓടിയ ആളുകളെ നമ്മൾ വിസ്മരിക്കരുത്. അവരുടെ കൂട്ടത്തിൽ ചേർന്ന് നിൽക്കുവാൻ, ചേർന്ന് ഓടാൻ, ചേർന്ന് പരിശ്രമിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധികളായിട്ട് പല ആളുകളും പല സ്ഥലത്തേക്കും യാത്ര ചെയ്തിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അരികിലേക്ക് പ്രവാചകൻ ഒരു കത്തുമായി പറഞ്ഞയക്കുന്ന ഒരാളുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. അദ്ദേഹത്തിന്റെ പേര് ഹബീബ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ഹബീബ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അവരുടെ തന്ത്രങ്ങളും കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി പറഞ്ഞയച്ച ഒരു കത്തുമായി പറഞ്ഞയക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്ന അദ്ദേഹത്തെ ഇവർ പിടിച്ചു കെട്ടി ബന്ധനസ്ഥനാക്കി. അദ്ദേഹത്തോട് 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, ഞാൻ പ്രവാചകനാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? കേൾക്കാത്ത വാവം നടിച്ചുകൊണ്ട് ഒരു ബധിരനെ പോലെ, ഒരു അന്ധനെ പോലെ, ഒരു മൂകനെ പോലെ, ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കുന്ന ഹബീബ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ആ മനുഷ്യനെ
ആ മനുഷ്യനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പരസ്പര ബന്ധവുമില്ലാതെ അദ്ദേഹം നിൽക്കുകയാ. എന്നാൽ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, മുഹമ്മദ് പ്രവാചകനാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട്, ഉണ്ട്, എൻ്റെ റസൂൽ, എൻ്റെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പ്രവാചകനാ. നേരത്തെ കണ്ടതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടെ, ആർജവത്തോടെ, ഊക്കോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി പ്രവാചകനാണ്, ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട്. ആദ്യം ഈ മറുപടി പറയുമ്പോഴേക്കും ശരീരത്തിൽ നിന്ന് ആദ്യത്തെ മാംസകഷ്ണം അറുത്തു മാറ്റുന്നുണ്ട്. രണ്ടാമതായി വീണ്ടും ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അതേ മറുപടി, ശരീരത്തിൽ നിന്ന് അടുത്ത മാംസകഷ്ണം അറുത്തു മാറ്റുന്നു. ഇങ്ങനെ ചോദ്യങ്ങൾ അധികരിക്കുന്നു, മാംസകഷ്ണങ്ങളുടെ എണ്ണം അധികരിക്കുകയാണ്. രക്തം വാർന്ന് ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന രംഗം ചരിത്രത്തിൽ കാണാം. മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഉമ്മയായ ഉമ്മ അമ്മാറ റളിയല്ലാഹു അൻഹ ആ മയ്യത്ത് നോക്കിയിട്ട് പറയുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. ഇത്തരം ഒരു രംഗത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ മകനെ വളർത്തിയത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്തിച്ചതും ഇതിനു വേണ്ടിയാ, അഖബയിൽ പ്രതിജ്ഞ ചെയ്തതും ഇതിനു വേണ്ടിയാ, അതവൻ നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 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 എനിക്കും നിങ്ങൾക്കും എടുത്തു വെക്കാൻ മാത്രം, അള്ളാന്റെ മുമ്പിൽ കാണിക്കാൻ മാത്രം എന്തുണ്ട് എന്നുള്ള ആലോചനകൾ ഉണ്ടാവണം. നമ്മുടെ കുടുംബങ്ങൾ ഒരു സഹാബാക്കളുടെ കുടുംബങ്ങൾ പോലെ അത്ര പൂർണ്ണമായി ആയി മാറിയില്ലെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളെങ്കിലും നടത്തുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണ്ടേ? നമുക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ള ആ റയ്യാൻ എന്നുള്ള കവാടം നഷ്ടമാകരുത്. ഈ ദുനിയാവിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് റയ്യാൻ എന്നുള്ള കവാടം നമുക്ക് ഇല്ലാതായി പോകരുത്. അനശ്വരമായ സ്വർഗത്തിലേക്ക് യാത്ര തിരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. നമുക്ക് മുമ്പേ നടന്ന ആ സ്വഹാബാക്കൾ ആ സ്വർഗത്തിന്റെ അനുഭൂതികളും ആസ്വാദനങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഖബറിൽ കിടക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഖബറിൽ കിടക്കുമ്പോൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, പടച്ചോന്റെ തൃപ്തിയോടുകൂടി ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയോടുകൂടി ആയിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടുന്ന് പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ മാറുവാനും ചിന്തിക്കുവാനും ആ രൂപത്തിൽ പഠിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. والحمد لله رب العالمين والسلام عليكم ورحمة الله.